ദിയയുടെയും അശ്വിൻ്റെയും വിവാഹം കഴിഞ്ഞ് എല്ലാവരും കാതോർത്തിരുന്നത് ഇവരുടെ വീട്ടിലെ വിശേഷങ്ങൾക്ക് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ദിയയുടെ വ്ളോഗുകളിലൊന്നും പ്രത്യക്ഷപ്പെടാത്ത വ്യക്തികളായി മാറിക്കഴിഞ്ഞു അശ്വിൻ്റെ അച്ഛനും അമ്മയും. കഴിഞ്ഞ ദിവസം ദിയ പങ്കുവച്ചിരുന്നൊരു റീല് അശ്വിനെ വീട്ടുകാരെ ഉദ്ദേശിച്ചാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ചു നാൾ ആ റീല് പുറത്തു വന്നത് അഹാനെ ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞാണ്. എന്നാൽ അഹാനെ ഉദ്ദേശിച്ചാണെങ്കിൽ വ്ളോഗിലൊന്നും തന്നെ ദിയ അത്തരത്തിലുള്ള പോർഷൻസ് പങ്കുവയ്ക്കാറില്ലായിരുന്നു. എന്നാൽ അതൊക്കെ ദിയ ചെയ്യാറുണ്ട്. ദിയ ഉദ്ദേശിച്ചത് അശ്വിൻ്റെ വീട്ടുകാരെ ആയിരിക്കാം എന്ന് പറയുന്നു. അതുപോലെ തന്നെ അശ്വിനുമായിട്ടുള്ള വിവാഹശേഷം ദിയയുടെ കാര്യങ്ങളിൽ കൂടുതലായി ഒന്നും തന്നെ അശ്വിൻ്റെ കുടുംബക്കാർ ഇടപെടാറില്ല. ഇതെല്ലാം പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുമുണ്ടായിരുന്നു. പ്രേക്ഷകർ വളരെയധികം നന്നായി ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് വളരെ നന്നായി അറിയുന്നൊരു വ്യക്തി തന്നെയാണ് ദിയ എന്ന് പറയാം. ആരാധകർക്ക് വളരെയധികം സ്നേഹമുള്ളൊരു വ്യക്തി കൂടിയാണ് ദിയ. എന്നിട്ടും ദിയ ഇത്തരത്തിൽ കാണിക്കുന്നതിനെ കുറിച്ച് വളരെയധികം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറുന്നുണ്ട്. ദിയ എന്തുകൊണ്ട് ഇത്തരത്തിൽ കാണിക്കുന്നു, അല്ലെങ്കിൽ ദിയ എന്തുകൊണ്ട് ഉദ്ദേശിച്ച് പറയുന്നു? അശ്വിൻ അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട്. എന്നാൽ ഇനി മുതൽ അശ്വിൻ്റെ കുടുംബം ഞാനും ഓമിയുമാണ് എന്നാണ് എപ്പോഴും ദിയ പറയാറുള്ളത്. ഞങ്ങളൊരു ഫാമിലിയാണ്, അശ്വിൻ്റെ ഫാമിലി ഉണ്ട്, അതൊക്കെ ഞാൻ സമ്മതിച്ചു. എന്തുകൊണ്ട് ഞങ്ങളൊരു ഫാമിലിയാണെന്ന് നിങ്ങൾ ആരും ഓർക്കുന്നില്ല? ഇതാണ് പലരും ചോദിക്കുന്നത്. ദിയ അത്തരത്തിൽ പെരുമാറാറുണ്ട് എന്ന് പലരും പറയുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ പ്രതികരിക്കുന്നുണ്ട്. ദിയയ്ക്ക് പൊതുവെ അങ്ങനെ ഒരു കാര്യം ദിയ എപ്പോഴും പറയാറും ചെയ്യാറുമുണ്ട്. അത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദിയ പൊതുവെ അശ്വിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ തന്നെ സംസാരിക്കാറുണ്ട്. ഓമിയെ എടുക്കണമെന്നോ കൊഞ്ചിക്കണമെന്നോ ഒക്കെ തന്നെയും അശ്വിൻ്റെ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹമുണ്ടാകില്ലേ? എന്നാൽ അവർക്ക് അതിനൊന്നും സാധിക്കാറില്ല. ദിയയുടെ ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോലും അവരെത്തിയത് വൈകിയായിരുന്നു. ദിയ വീട്ടിൽ പോയതിനു ശേഷമായിരുന്നു അശ്വിൻ്റെ അമ്മയും അച്ഛനും എത്തിയത്. എന്നാൽ അവരെയൊക്കെ നോക്കാനും അവരെയൊക്കെ തന്നെ നല്ലപോലെ സംസാരിച്ചിരുത്താനും സിന്ധു അവിടെ ഉണ്ടായിരുന്നു. അത് സിന്ധുവിൻ്റെ മാന്യത തന്നെയാണ്, സമ്മതിച്ചു. ദിയ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണെന്ന് സിന്ധു തന്നെ പറയാറുണ്ട്. സിന്ധുവിന് പോലും ഓമിയുടെ അടുത്ത് നിൽക്കുന്നതിലും അതുപോലെ സംസാരിക്കുന്നതിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഓമിക്ക് ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദിയയ്ക്ക് അത് ഇഷ്ടമാകുമോ എന്നറിയില്ല, എന്നാൽ അത് ഞാൻ ചെയ്തു കൊടുക്കുമെന്ന് ഇടയ്ക്ക് പോലും സിന്ധു പറഞ്ഞിരുന്നു. ഉദാഹരണമാണ് അഹാനെ ഉൾപ്പെടെ ഹൻസിക വരെ ഇട്ടിരുന്ന ഒരു കുഞ്ഞു ഫ്രോക്ക് കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും അത് ഓമി അണിഞ്ഞാൽ സുന്ദരനായിരിക്കുമെന്നും ഇവരോടൊപ്പം ഒരു ചിത്രം പങ്കുവയ്ക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ദിയയ്ക്ക് ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല, എങ്കിൽ അങ്ങനത്തെ ഒരു ചിത്രം നോക്കി വെക്കണം, എന്നിട്ട് ഓമിയെ കൂടി അതിലൊരു ചിത്രമാക്കി വെക്കണമെന്ന് സിന്ധു പറഞ്ഞിരുന്നു. സ്വന്തം മകളോട് പറഞ്ഞാൽ പോലെ ദിയ അത് സമ്മതിക്കുമല്ലോ എന്ന് പലരും ചോദിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിൽ സ്വഭാവക്കാരിയാണ് ദിയ. എൻ്റെ കുട്ടിയാരും എടുക്കുന്നതോ എൻ്റെ കുട്ടിയാരും ഉമ്മ വയ്ക്കുന്നതോ എനിക്കിഷ്ടമല്ല. പാല് കുടിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം അല്ലെങ്കിൽ ഞാൻ കുളിക്കുമ്പോഴോ ബാത്റൂമിൽ പോകുമ്പോഴോ മാത്രമാണ് അവനെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കാറുള്ളത്. ബാക്കി അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ എനിക്കാണ് താല്പര്യം കൂടുതൽ. ഞാനാണത് നോക്കുന്നത്, എനിക്കത് നോക്കാനാണ് ഇഷ്ടം, അതിനാണല്ലോ ഞാൻ ഇരിക്കുന്നത് എന്നൊരു മുഖമാണ് എനിക്കുള്ളതെന്ന് ദിയ തന്നെ പലപ്പോഴും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടും പ്രതികരിച്ചിട്ടുമുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.